ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിലുള്ള ആ ഒരു റൈസ് ഞാൻ നെയ്ച്ചോറ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു നെയ്ച്ചോറിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒരു ഇച്ചിരി ലെങ്ത് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഗാർണിഷിങ്ങിനുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഓയിലിലേക്ക് ഞാൻ കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിനി എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ആ ഒരു എണ്ണയിലേക്ക് തന്നെ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് നമ്മുടെ ആ ഒരു ഇതിലിട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ മേലേക്ക് ഇങ്ങനെ പൊന്തി വരും. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റൊക്കെ ആയിട്ടുണ്ട്, നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ആ ഒരു എണ്ണയിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കോരിയെടുക്കാം. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം വലിയ പീസ് ആയതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാലാണ് അതിൻ്റെ ഒരു ഉൾവശമൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ഇവിടെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു പാത്രം അരി എടുത്തിട്ടുണ്ട്. അതിന് ഇരട്ടിയായിട്ട് 2 പാത്രം വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഇല നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഇലയാണ്. നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു ഇലക്ക്. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ കഴുകി വെച്ചിട്ടുള്ള അരിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുക്കറിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാനിത് വിസിലടുപ്പിച്ചെടുക്കാറൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ ആ ഒരു നെയ്ച്ചോറിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് ഞാൻ കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതിൽ എത്രത്തോണ്ട് വെള്ളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ നമ്മൾ ഇളക്കി എടുക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളകി വരുന്ന ആ ഒരു സമയത്ത് ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കും. പിന്നെ നമ്മൾ ദമ്മിലൊന്നും ഇട്ട് വെക്കുകയൊന്നുമില്ല. ഇതേപോലെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി അതൊന്ന് ദമ്മായി വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. അതിൽ ഇനി നമ്മൾ എക്സ്ട്രാ നെയ്യൊന്നും ചേർത്ത് കൊടുക്കില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോൻ്റെ അളവിലാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അതിനായിട്ടൊരു മീഡിയം സൈസിലുള്ള ഒരു സവാള ഒന്ന് എടുത്തിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളായിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ നമുക്കിത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ചിക്കനൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഇനിയിപ്പോൾ നമുക്ക് നെയ്ച്ചോറൊന്ന് തുറന്ന് നോക്കാം. ഞാൻ മസാലയൊക്കെ ഫുള്ളായിട്ട് റെഡി ആയതിനു ശേഷം മാത്രമാണ് ഇവിടെ നെയ്ച്ചോറൊക്കെ ഒന്ന് തുറന്ന് നോക്കുന്നത്. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരരിയും ഒന്നിനോട് ഒട്ടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പകുതി ഇതിൽ നിന്ന് നമുക്കൊന്ന് എടുത്ത് മാറ്റാം. നമുക്കിനി ഇതൊന്ന് ദം ചെയ്തിട്ടും കൂടെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാ പകുതി ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഉള്ളിൻ്റെ ഒക്കെ മിക്സ് ഫസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു മസാലേൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. ബാക്കി റൈസ് ഇട്ട് കൊടുക്കുക. നിങ്ങളപ്പോൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിനനുസരിച്ച് ലെയർ ചെയ്തിട്ട് കൊടുക്കുക. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ആ ഒരു ഉള്ളിൻ്റെ ഒക്കെ മിക്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 5 മിനിറ്റ് നമ്മൾ ദം ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ അടപ്പൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം അതിനനുസരിച്ച് നിങ്ങൾക്കും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.